കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. ഇന്ന് പങ്കെടുത്തവർക്ക് അന്ന് അഭിമാനിക്കാം. കേരളം ലഹരിവിമുക്ത സംസ്ഥാനമായി മാറുമ്പോൾ നമ്മളൊക്കെ നടത്തിയ ഉപ്പ് സത്യാഗ്രഹമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന ഘട്ടമായ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ശ്രീ മോൻസ് ജോസഫ് MLA-യും ഈ ഉപ്പുകുറുക്കൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സഹകരിച്ചിരിക്കുന്നു. കേരള ചരിത്രത്തിന്റെ സുപ്രധാന ഘട്ടമാണിത്. ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ ലോകം നമ്മളെ ആദരിക്കും, ബഹുമാനിക്കും. അത്രയും വലിയൊരു സംഭവത്തിന്റെ തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. ഇത് ചരിത്രത്തിന്റെ രേഖകളിൽ തങ്കലിപികളിലാണ് എഴുതപ്പെടുക. നേതാക്കളെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രീ ജോസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കും മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ പ്രതീകാത്മക പ്രതിഷേധത്തിന് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ ജോസഫിന്റെ നേതൃത്വത്തിൽ നിരന്തരമായി കേരളത്തിൽ മദ്യവിപത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമായി നടത്തി വരുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം ആദരവോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. മദ്യവിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കാൻ കരുത്തുറ്റ മനസ്സോടെ ഗാന്ധിയൻ സമരങ്ങളുടെ മാതൃകയിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ് പ്രിയപ്പെട്ട ശ്രീ ജോസഫിൻ്റെ കൂടെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിൽ സന്തോഷമുണ്ട്. തൃശ്ശൂർ കേന്ദ്രമായി അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധിയായ സമര പോരാട്ടങ്ങൾ, കേരളമെമ്പാട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം മദ്യവിപത്തിനെതിരെ സമൂഹ മനസ്സാക്ഷി നടത്തുന്നതാണ്. തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന ഈ ഒരു പ്രതീകാത്മകമായ പ്രതിഷേധ സമരത്തിലൂടെ കേരളത്തിലെ LDF ഗവൺമെൻറ് കൊണ്ടുവരുന്ന മദ്യനയത്തിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് അവസരമായി ഇത് മാറുകയാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭ ആരംഭിച്ച ദിവസം LDF സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ബാർ കോഴ അഴിമതി ആരോപണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുന്നു. കേരളമെമ്പാടും ഇന്ന് ബാർ ഹോട്ടലുകൾ തുടങ്ങുന്നു. ഇന്നലെ നിയമസഭയിൽ കുട്ടികളുടെ +2 സീറ്റ് ആവശ്യത്തിനില്ലാത്തതിൻ്റെ പേരിൽ സർക്കാർ കണ്ണു തുറന്ന ആ വിഷയത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതിപക്ഷ നിയമസഭയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കണ്ടു മലപ്പുറം ജില്ലയിൽ വളരെയേറെ സീറ്റ് മിച്ചമാണ് എന്ന് പറഞ്ഞു അവിടെ അഡ്മിഷൻ കിട്ടാത്തത് ഒരു കൊച്ചു നില ആത്മഹത്യ ചെയ്തു. കേരളത്തിലെ അവസ്ഥ അതാണ്. നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്ന ദാരുണമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ +2-ന് 2 സീറ്റ് കൂട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഏതാനും കോഴ്സ് തുടങ്ങാൻ സർക്കാരിൻ്റെ കാശില്ല. കേരളമെമ്പാടും ആയിരക്കണക്കിന് ബാറ് തുടങ്ങി അതിന് എത്ര കോടി രൂപ വേണ്ട സർക്കാർ മേടിച്ചെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ കേരളീയം നടത്തിയ തിരുവനന്തപുരത്ത് 27 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ഇവിടെ കോഴിച്ചൊരിക്കുന്ന മഴയത്ത് ഒരു മനുഷ്യൻ പോലും വെളിയിലിറങ്ങാൻ പറ്റാത്ത നേരത്ത് ഇവരിവിടെ മുഴുവൻ ലൈറ്റ് വിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ കേരളീയം നടത്തിയ വലിയ ആഘോഷമാണ്. എത്ര കോടി രൂപയാണ്. ഇപ്പം നാളെ ലോക കേരള സഭ നടക്കുകയാണ്. ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തു നിന്നുള്ള പ്രതികൾ വരുന്നു. കേരളത്തിന് നല്ല ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ 2-3 ലോക കേരള സഭ നടന്നു ഒരു കാര്യവും തീരുമാനിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ വെറുതെ ഇതെല്ലാം കോടിക്കണക്കിന് രൂപ വേസ്റ്റ് ആക്കുന്ന പരിപാടിയാണ്. അതിനിടയ്ക്ക് അഴിമതിയും കോഴയും മുഖമുദ്രയാക്കി മാറ്റിയിട്ടുള്ള ഗവൺമെന്റിന്റെ സമീപനം. മദ്യനയത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ മദ്യവിപത്തിന്റെ ദുരന്തങ്ങൾ കേരളമെമ്പാടും ജനങ്ങൾക്ക് ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാനുള്ള സർക്കാരിന്റെ നിലപാട് കേരളത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കുക മനുഷ്യസ്നേഹികളായ ആളുകൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനങ്ങൾ, നേതാക്കന്മാർ എല്ലാം മുന്നോട്ട് വരണം. പ്രിയപ്പെട്ട ശ്രീ ജോസഫിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും സുഷമ ഉൾപ്പെടെയുള്ള മഞ്ജുഷ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഇന്ന് തുടരുന്ന തെറ്റായ നിലപാട് തിരുത്തണമെന്നുള്ള ആവശ്യം ഗവൺമെന്റ് ഇപ്പോൾ വരുന്ന പുതിയതായി നമുക്ക് റൈഡ് മാറ്റി ഏറ്റവും പുതിയ തീരുമാനങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്.
ഫ്രൈഡേ മാറ്റി മദ്യ വ്യവസായം വ്യാപിപ്പിക്കാൻ കഴിയുന്നതിനും കൂടുതൽ ബാറുകൾ തുറക്കാൻ കഴിയുന്ന നിലയിലും സർക്കാർ എടുത്തിരിക്കുന്ന ഈ തെറ്റായ നിലപാട് പിൻവലിക്കണം. ആ നീക്കത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം. അങ്ങനെ കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലാനുള്ള LDF സർക്കാരിന്റെ ബോധപൂർവമായ സമീപനം സർക്കാർ അവസാനിപ്പിക്കണം. അതിന് കരുത്തു പകരുന്നതാണ് നിങ്ങൾ കൊണ്ടുവരുന്ന ഈ പ്രതിഷേധ സമരം. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനായിരുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരും ബഹുമാന്യനായ ശ്രീ ജോസഫ് അടക്കമുള്ള നേതാക്കളെ സഹഭാരവാഹികളെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ സമരത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദണ്ഡിയിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പുവെള്ളം കുറുക്കുന്ന സംയുക്ത മദ്യനിരോധന സമിതിയുടെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ലഹരിക്കെതിരെയും സംസാരിക്കുന്നുണ്ട്, ലഹരിക്കെതിരെയുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട്, പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഹരി നമ്മുടെ നാടിൻ്റെ തലമുറയെ തന്നെ നശിപ്പിക്കുന്നു. എല്ലാതരം ലഹരിയും കേരളത്തിൽ അതിവ്യാപകമായിട്ടുണ്ട്. ഭരിക്കുന്ന ഗവൺമെന്റിന് ഇച്ഛാശക്തിയില്ല. അവർ ലഹരിയിലൂടെ പണം എങ്ങനെ ഉണ്ടാക്കാം, ഖജാനയിലേക്ക് എങ്ങനെ പണം വരുത്താം എന്നുള്ളൊരു ശ്രമത്തിലാണ്. അത് നമ്മളെ എല്ലാവരും വേദനിപ്പിക്കുന്നതാണ്. നമ്മുടെ പുതിയ തലമുറയെ മാത്രമല്ല, ഇപ്പോഴത്തെ തലമുറ മാത്രമല്ല, ടെക്നോ പാർക്കിൽ വരെ ലഹരി വിതരണം ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇത് എതിർക്കപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് കേരളത്തിലെ മനുഷ്യത്വമുള്ള എല്ലാവരും ലഹരിക്കെതിരെ തീരുമാനമെടുക്കുകയും ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ലഹരി കൊടുത്ത് പണമുണ്ടാക്കി ഭരിക്കാൻ നടക്കുന്നത് ഒരു നാണം കെട്ട ഏർപ്പാടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് വളരെ വ്യക്തിപരമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ലഹരി വ്യാപനം അവസാനിപ്പിക്കണം, മദ്യശാലകൾ അടച്ചുപൂട്ടണം, ലഹരിയിലെ പണമില്ലാതെ ഭരണം നടത്താനുള്ള കഴിവ് നേടണം, ആഡംബരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഭരണം നടത്താൻ ഗവൺമെന്റ് മുമ്പോട്ട് വരണം. വികസന പ്രവർത്തനങ്ങൾ നല്ല പണം കൊണ്ട് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പൊതുസമൂഹത്തിൽ കൂടുതലും പേരും കൂലിത്തൊഴിലാളികളാണ്. അന്നന്ന് ജോലിക്ക് പോയി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. ഇന്ന് പങ്കെടുത്തവർക്ക് അന്ന് അഭിമാനിക്കാം. കേരളം ലഹരിവിമുക്ത സംസ്ഥാനമായി മാറുമ്പോൾ നമ്മളൊക്കെ നടത്തിയ ഉപ്പ് സത്യാഗ്രഹമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന ഘട്ടമായ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ശ്രീ മോൻസ് ജോസഫ് MLA-യും ഈ ഉപ്പുകുറുക്കൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സഹകരിച്ചിരിക്കുന്നു. കേരള ചരിത്രത്തിന്റെ സുപ്രധാന ഘട്ടമാണിത്. ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ ലോകം നമ്മളെ ആദരിക്കും, ബഹുമാനിക്കും. അത്രയും വലിയൊരു സംഭവത്തിന്റെ തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. ഇന്ന് സെക്രട്ടേറിയറ്റ് പടികൾ നടക്കും. മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടികൾ നടക്കുന്ന ഈ പ്രതീകാത്മക പ്രതിഷേധത്തിന് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. അടക്കമുള്ള നേതാക്കളെ സഹഭാരവാഹികളെ പ്രത്യേകമായി ദണ്ഡിയിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പുവെള്ളം കുറുക്കുന്ന സംയുക്ത മദ്യനിരോധന സമിതിയുടെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ലഹരിക്കെതിരെയും സംസാരിക്കുന്നുണ്ട്, ലഹരിക്കെതിരെയുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട്, പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഹരി നമ്മുടെ നാടിൻ്റെ തലമുറയെ തന്നെ നശിപ്പിക്കുന്നു. എല്ലാതരം ലഹരിയും കേരളത്തിൽ അതിവ്യാപകമായിട്ടുണ്ട്. ഭരിക്കുന്ന ഗവൺമെന്റിന് ഇച്ഛാശക്തിയില്ല. അവർ ലഹരിയിലൂടെ പണം എങ്ങനെ ഉണ്ടാക്കാം, ഖജാനയിലേക്ക് എങ്ങനെ പണം വരുത്താം എന്നുള്ളൊരു ശ്രമത്തിലാണ്. അത് നമ്മളെ എല്ലാവരും വേദനിപ്പിക്കുന്നതാണ്. നമ്മുടെ പുതിയ തലമുറയെ മാത്രമല്ല, ഇപ്പോഴത്തെ തലമുറ മാത്രമല്ല, ടെക്നോ പാർക്കിൽ വരെ ലഹരി വിതരണം ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇത് എതിർക്കപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് കേരളത്തിലെ മനുഷ്യത്വമുള്ള എല്ലാവരും ലഹരിക്കെതിരെ തീരുമാനമെടുക്കുകയും ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ലഹരി കൊടുത്ത് പണമുണ്ടാക്കി ഭരിക്കാൻ നടക്കുന്നത് ഒരു നാണം കെട്ട ഏർപ്പാടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് വളരെ വ്യക്തിപരമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ലഹരി വ്യാപനം അവസാനിപ്പിക്കണം, മദ്യശാലകൾ അടച്ചുപൂട്ടണം,
ലഹരിയിലെ പണമില്ലാതെ ഭരണം നടത്താനുള്ള കഴിവ് നേടണം. ആഡംബരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഭരണം നടത്താൻ ഗവൺമെന്റ് മുമ്പോട്ട് വരണം. വികസന പ്രവർത്തനങ്ങൾ നല്ല പണം കൊണ്ട് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.